എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ആനയുടെ ശരീരത്തിൽ, പക്ഷേ ഇൻറ്റേർണൽ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആന സ്വന്തമായിട്ട് നിന്നിരുന്നു. ഇന്നലെ കാലത്ത് മുതൽ എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ കിടത്തിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. വെറ്റിനറി കോളേജിൽ നിന്നുള്ള എക്സ്പെർട്ട് ടീം വന്നിരുന്നു. അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ മെഡിക്കേഷൻസ് ഇന്നലെ കൊടുത്തു. എന്നിട്ട് ഇന്നലെ ഈവനിങ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രോഗ്നോസിസ് ഇസ് നോട്ട് ഗുഡ്. ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇല്ല, നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. എക്സ്പെർട്ട് ടീംസിനെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ വേറെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ധോണി എലിഫൻറ്റ് ക്യാമ്പ് അടുത്തുണ്ട്. അവിടെ നിന്നുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണലി ഫ്രാക്ചർ ഇല്ല എന്നാണ് അനുമാനിക്കുന്നത്. പക്ഷേങ്കിലും ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പ്രെയിൻ ഓഫ് ദ ജോയിൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അതിന് ചിലപ്പോൾ വെയിറ്റ് ബെയർ ചെയ്ത് നിൽക്കാൻ പറ്റാത്തത്. ആശയക്കുഴപ്പമില്ല. ട്രെയിൻ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടില്ല. ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വൂൺസ് ആൻഡ് ഇഞ്ചറീസ് ഉണ്ടാവും. ആനയുടെ ശരീരത്തിൽ എക്സ്റ്റേണൽ വൂൺസ് ആൻഡ് ഇഞ്ചറീസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ എനിക്ക് റൈറ്റ് ഹാൻഡ് ലെഗിൽ വെയിറ്റ് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഉടനെ തന്നെ ട്രെയിനിൻ്റെ മുന്നിൽ വെച്ചിട്ട് തിരിയുമ്പോൾ വീഴുകയോ വലത്തെ ഇടുപ്പ് ഇടിച്ച് വീഴുകയോ അങ്ങനെ എന്തോ ഒരു പെരുക്കുണ്ടാവാനാണ് സാധ്യത. ഇല്ല, ഫസ്റ്റ് ഡേ തന്നെ നമ്മളിത് കിട്ടിയപ്പോൾ അപ്പം തന്നെ നമ്മളതിൻ്റെ വിത്തിൻ ഒരു 3 hours നമ്മളതിൻ്റെ ഫുൾ മോണിറ്ററിങ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ഡേ നമുക്ക് അതിനൊരു ഐഡിയലായിട്ടൊരു വാട്ടർ ബോഡി ഇവിടെ അടുത്ത് കിട്ടി. ആ വാട്ടർ ബോഡിയിലേക്ക് അതിനെ സ്ലോലി ഡ്രൈവ് ചെയ്തിട്ട് ആന നടക്കുന്ന സമയത്ത് നമ്മളതിനെ വാട്ടർ ബോഡിയിൽ ഇറക്കി നിർത്തി. അപ്പോൾ അത് ഫുള്ളി അലർട്ട് ആൻഡ് ആക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. സെക്കൻഡ് ഡേ ആണ് ശരിക്കും ഇത് കടന്നത്. അതുവരെ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മളതിനെ ഫുൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ.